മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം 2024 ജൂൺ 13 ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകയിരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. നവംബർ 28 വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും. കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2025 ഏപ്രിൽ 11 വരെ ഏകദേശം 7.25 മാസത്തോളം ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ 12 രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ ജനനസമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. കുംഭം രാശിക്കാരുടെ 2ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ്. ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് ഡയറക്റ്റായി ഈ 3 ഭാവങ്ങളുടെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 4-ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ്, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും. വീടുപണികൾ ആരംഭിക്കുവാൻ ഇത് ശുഭ സമയമായിരിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് എന്തെങ്കിലും അപകീർത്തിയും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതാണ്. ഇത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. ഇത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് 8-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് കുടുംബസ്വത്തിൽ നിന്നും മറ്റും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഇൻലോസിൻ്റെ പക്ഷത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഇവിടെ ശനിയുടെ 10-ാം ദൃഷ്ടിയും ചൊവ്വയുടെ 8-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ചില ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുത്തുമെങ്കിലും ഗുരുവിൻ്റെ പ്രഭാവത്തിലുള്ള ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതെല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ കഴിയുന്നതും കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും.
പൊതുവെ പറയുകയാണെങ്കിൽ 7.5 ശനിയുടെ 2ാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുള്ള കുംഭം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും. കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നമഃശിവായ മന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക, നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.